Hey, good morning guys. അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ രാവിലെ എണീച്ച് യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയപ്പോൾ തന്നെ എൻ്റെ മെയിൻ ചാനലിലത്തെ ഒരു ഷോർട്ട് വീഡിയോ 67 ലക്ഷം 6.7 മില്യൺ വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ അടുത്ത് തന്നെ ഇന്നോ നാളെയോ തന്നെ 68 ലക്ഷം കഴിയുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഹൈപ്പായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഈ ചാനലും പെർഫോം ചെയ്താൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ഓക്കെ, അപ്പം നമുക്കിന്ന് രാവിലെ തന്നെ ടയർ മാറ്റാണ്ട് വണ്ടീൻ്റെ, അപ്പോൾ ടയർ മാറ്റിയിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ പുതിയ ടയർ വാങ്ങാൻ പോവാണ്. അപ്പോൾ പഴയ ടയർ എടുത്തിട്ടുണ്ട്, നമുക്ക് പുതിയ ടയർ വാങ്ങിയിട്ട് കാണാം. ഓക്കെ, ഒരു കൂട്ടുകാരെ ഒന്നിച്ച് നമുക്ക് പോകാം, ഒന്നിച്ച് നമ്മൾ പോയാൽ ശ്രമിച്ചാൽ ഗൈസ്. അപ്പോൾ നമ്മൾ ടയർ ഇടയിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മളെടുത്ത ടയർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ടയർ പുതിയ വാങ്ങിയിട്ടുണ്ട്. ഇതാണ് അത്യാവശ്യം നല്ല ഗ്രിപ്പൊക്കെ ഉള്ള ടയറാണ്. എന്തായാലും ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പുതിയ ടയറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഒന്ന് ഓടിച്ച് വന്നിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല ടയറൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇന്നത്തെ ദിവസം ഒരു മെയിൻ ചാനലിലേക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ പോലെയാണ് ഞാൻ നോക്കുന്നത്. നമുക്ക് എന്തായാലും ആ വീഡിയോ എങ്ങനെ വരുന്നൊക്കെ നോക്കാം. ഞാൻ എൻ്റെ പഴയ ഡ്രോയിങ് ബുക്ക് കണ്ടത്, അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്കപ്പോൾ ഇതിലെ ഡ്രോയിങ്സൊക്കെ ഒന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഞാൻ പണ്ട് വരച്ച ഡ്രോയിങ്സൊക്കെയാണ്, അത്ര അടിപൊളിയൊന്നുമല്ല. ഇതാണ് ഫസ്റ്റ് വൺ. ഇത് ഞാൻ എന്നെ തന്നെ വരച്ച കേട്ടോ ഗൈസ്. എൻ്റെ എൻ്റെ ബ്രെയിൻ ഇതവിടെ ഉണ്ട്. ബ്രെയിനിൽ നിന്ന് ഫുള്ള് ക്രിയേറ്റീവ് സാധനങ്ങളാണ് പുറത്ത് കിടന്നത്. അതായത് എൻ്റെ ബ്രെയിൻ നിറച്ചും ക്രിയേറ്റീവാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതൊരു ഡൂഡിലാണ്. ഞാൻ വെറുതെ ഇരുന്നപ്പോൾ ചെയ്തതായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. ഇതൊരു ഡ്രാഗനാണ് ഡൂഡിൽ വെച്ച് ചെയ്തത്. ഞാൻ ഇതേപോലത്തെ ഒരു സെയിം ഡ്രോയിങ് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻസ്പയർ ആയിട്ട് വരച്ചു നോക്കിയതായിരുന്നു. കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഓക്കെ, ഇത് വൺ പഞ്ച് മാൻ, നമ്മൾ ആനിമി ഫാൻസിനൊക്കെ അറിയാൻ പറ്റും, സൈത്തമ. ഓക്കെ, ഇത് ഇറ്റാച്ചി, അത് നറൂട്ടോ എന്ന് പറഞ്ഞ ആനിമേത്തെയാണ്. എന്തായാലും ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഓക്കെ, ഇത് നമ്മളെ നറൂട്ടോ. ഇത് ഞാൻ അത്യാവശ്യം നല്ലോണം വരയ്ക്കാൻ ശ്രമിച്ചതായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ട്, പക്ഷേ അവസാനം മൊത്തത്തിൽ കൊളായിപ്പോയി. അടുത്ത ഡ്രോയിങ് ഒരു പക്ഷേ കുറേ ഫാൻസുള്ള ഒരാളായിരിക്കും. ഇതാ ലീവായ് ആക്കർമാൻ. അപ്പോൾ നമ്മളെ AOT ഫാൻസിനൊക്കെ അറിയാൻ പറ്റും മൂപ്പര് ലെവൽ എന്താണെന്നൊക്കെ. ഓക്കെ, പിന്നെ ഇത് സുക്കൂണയാണ്, നമ്മളെ ജുജുത്സു കൈസനിലുള്ള ഹീറോ/വില്ലൻ എന്നൊക്കെ പറയാം. ഓക്കെ, അടിപൊളി ക്യാരക്ടറാണ്. പിന്നെ ഇത് നമ്മളെ റെങ്കോക്കു ഡീമൺ സ്ലെയറിലുള്ള. ഓക്കെ, ഇത് നമ്മളെ ഡീമൺ സ്ലെയറിലത്തെ MC ടാൻജിറോ കമാഡോ. ഇത് നമ്മളെ ലൂഫിയുണ്ട്, ഗോജോയുണ്ട്. ഇതിലെനിക്ക് ലൂഫിൻ്റെ ഡ്രോയിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഈ ഒരു പോസ് അത് നമ്മൾ ആനിമയിൽ കണ്ടപ്പോൾ ഒക്കെ ഭയങ്കര ഗൂസ് ബംസ് വരുന്നൊരു മൊമെൻ്റ് ആയിരുന്നു. ഓക്കെ, ഇത് നമ്മളെ ഡ്രാഗൺ ടോക്കിയോ റേഞ്ചേഴ്സിൻ്റെ. ഇത് സെനിറ്റ്സു ഡീമൺ സ്ലെയറിലെ തന്നെ വേറൊരു ക്യാരക്ടറാണ്. ഇത് നമ്മളെ ടോക്കിയോ ഗോൾത്തെ MC കാനക്കിയാണ്. ഓക്കെ, ഈ ഒരു ട്രാൻസ്ഫോർമേഷനൊക്കെ അടിപൊളിയായിരുന്നു ആനിമയെ കാണുമ്പോൾ. ഇത് ഞാൻ പിന്നെ വെറുതെ ഒരു ചൈൽഡ് വേർഷൻ വെറുതെ വരച്ചു നോക്കിയതായിരുന്നു. ഓക്കെ, പിന്നെ ഇത് മറ്റൊരു ഡൂഡിലാണ്. ഇത് ഞാൻ വേറൊരു ആർട്ടിസ്റ്റിൻ്റെ കണ്ടിട്ടൊന്ന് ഇൻസ്പയർ ആയി വരച്ചു നോക്കിയായിരുന്നു. കുഴപ്പമില്ല, കളറിങ് കുറച്ച് അവിടെ ഇവിടെയൊക്കെ തെറിച്ചു പോയി. ഇത് ഞാൻ ബ്രഷ് പെൻ ഉപയോഗിച്ചായിരുന്നു ആദ്യമായിട്ട്. അപ്പം വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ആയി കുറേ കളർ അവിടെ പരിങ്ങിയിട്ടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ശേഷമുള്ളത് ഒരു സ്പൈഡർമാൻ്റെ ഡ്രോയിങ് ആണ്, അത് പെൻഡിങ്ങിലാണ്. അത് ഞാൻ കുറച്ച് വരച്ചു, പിന്നെ അത് പെൻഡിങ്ങിലായിപ്പോയി. അങ്ങനെ പിന്നെ ഓരോരോ തിരക്കായിട്ട് പിന്നെ അതങ്ങ് വിട്ടുപോയി. ഇനി എന്തായാലും ഡ്രോയിങ്ങൊക്കെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യണം, കുറച്ച് ഇമ്പ്രൂവ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഡ്രോയിങ് എനിക്ക് പണ്ടോട്ട് ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോൾ വ്ളോഗിങ് ഉണ്ടല്ലോ, അതിപ്പോൾ അതിനെക്കാട്ടും ഫേവറേറ്റ് ഹോബിയാണ്. അത് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഞാൻ ഇത്ര ആനിമേ ക്യാരക്ടേഴ്സിനെ വരയ്ക്കുന്നതാണ്, ഇതൊക്കെ ചൈൽഡിഷ് അല്ലേ, ഈ ആനിമയൊക്കെ കുട്ടികളല്ലേ കാണുക എന്നൊക്കെ. അത് ഭയങ്കര തെറ്റാണ് ഗൈസ്. ആ ഒരു ചിന്താഗതി തെറ്റാണ്. കാരണം ഈ ആനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും. എക്സാമ്പിൾ നമ്മൾ വിൻലൻഡ് സാഗയൊക്കെ ഉണ്ട്, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ലൈഫിൽ പീസിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. ഓക്കെ, ഐ ഹാവ് നോ എനിമീസ്, ആ ഒരു വാക്കിൻ്റെ അർത്ഥം അത് ഭയങ്കര ഡീപ്പാണ്. അതുപോലെ ഒരുപാട് ആനിമേസ് ഉണ്ട്, നല്ല മോട്ടിവേറ്റ് ചെയ്യുന്ന നല്ല കഥകളുള്ള ആനിമേസ് ഉണ്ട്. നമ്മളൊരു മൂവി ഒരു സീരീസൊക്കെ കാണുന്നതിനെക്കാട്ടും പല മടങ്ങ് നമുക്ക് ഇമോഷൻസ് തരുന്ന പല ആനിമകളുണ്ട്. അപ്പോൾ നിങ്ങൾ ആനിമ ചിൽഡ്രൻസിന് വേണ്ടിയുള്ളതാണ്, ചൈൽഡിഷ് ആണെന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാണ്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് നല്ല ആനിമേസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ വിൻലൻഡ് സാഗ ഉണ്ട്,
നറൂത്തോ ഉണ്ട്, വൺ പീസ് ഉണ്ട്, ബ്ലീച്ച് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ന്യൂജൻ ആനിമേസ് ഉണ്ട്, സ്പോർട്സ് ആനിമേസ് ലൈക്ക് ബ്ലൂ ലോക്ക് ഉണ്ട്, ഹൈക്യൂ ഉണ്ട്, പിന്നെ മാങ്കാസ് ഉണ്ട്. മാങ്കാസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോമിക് ബുക്കാണ്, ഈ ആനിമയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അത് വായിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഒരു ഫീലായിരിക്കും. അപ്പം ഇതിൽ തന്നെ ആനിമേ ആയി വരാത്ത ഒരുപാട് മാങ്കാസ് ഉണ്ട്, നല്ല അടിപൊളി സാധനങ്ങളുണ്ട്. എക്സാമ്പിൾ നമ്മൾ വാഗബോണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ വായിച്ചാൽ അതിൻ്റെ ഡെപ്ത് മനസ്സിലാവും. ഞാൻ തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ടാണ് ഈ ആനിമേ കാണാൻ തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് കണ്ടത് നറൂത്തോ ആണ്. അത് കഴിഞ്ഞ് ഒരു 5-10 എപ്പിസോഡുണ്ടപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ നറൂത്തോ ഉണ്ട്. അപ്പോൾ അതിന് ശേഷം കണ്ട് ഞാൻ വൺ പഞ്ച് മാനാണ്. വൺ പഞ്ച് മാൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, നല്ല കോമഡി സാധനമാണ്. അതിലത്തെ MC-നൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അങ്ങനെ പിന്നെ ഓരോ ആനിമ കണ്ട് ഞാനിപ്പോൾ ഒരു 150 ആനിമേൻ്റെ മേലെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആനിമീസ് അടിപൊളി സാധനമാണ്, ഭയങ്കര ഹുക്കാവും, നമ്മൾ ഭയങ്കര അഡിക്റ്റായി പോകും. ഒരുപാട് നല്ല സ്റ്റോറി ലൈൻസ് ഉണ്ട്, നല്ല കഥകളും ഉണ്ട്, നല്ല മോട്ടിവേഷനും കിട്ടും. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ക്ലവർ എന്ന് പറഞ്ഞൊരു ആനിമ ഉണ്ട്. അതെന്ന് പറയുന്നൊരു മാജിക്കൽ വേൾഡിലാണ് കഥ നടക്കുന്നത്. അവിടെ എല്ലാവർക്കും മാജിക് ഉണ്ട്, നമ്മൾ MC-ക്ക് മാത്രം മാജിക് ഇല്ല. MC എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ മാജിക് ഇല്ലാണ്ട് ജനിച്ച ഒരു കുട്ടി, ആ കുട്ടി അവിടെ എങ്ങനെ വളർന്നു വരുന്നു, അവൻ എങ്ങനെ ശക്തനാവുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു ആനിമയാണത്. അതിലൊരു 100 വട്ടമെങ്കിലും എല്ലാവരും അവനെ തളർത്തുന്നുണ്ട്. പക്ഷേ എന്നിട്ട് അവൻ വിട്ടുകൊടുക്കാണ്ട് വീണ്ടും വീണ്ടും പരിശ്രമിച്ച് ശക്തനായി മാറുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമുക്ക് വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന കഥകളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആനിമയ്ക്ക് ഒരു ചാൻസ് കൊടുക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ ഞാൻ അമ്മേനെ പിക്ക് ചെയ്യാൻ പോയിരുന്നു. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടാ അന്ന് വ്യാഴാഴ്ചയല്ലേ പുതിയ മൂവീസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചാൽ ഏതാ നല്ലതുള്ള നമുക്ക് കാണാൻ പോകാനെന്ന് പറഞ്ഞു. കിങ്ഡം ഇറങ്ങിയിട്ടുണ്ട്, നല്ലതാണ്, വിജയ് ദേവരക്കൊണ്ടതിൻ്റെ മൂവിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് കാണാൻ പോവാണ്. ഞാൻ പറഞ്ഞു ഇന്ന് പോകണ്ട, നമുക്ക് നാളെ വെള്ളിയാഴ്ച പോവാം. ഇതാകുമ്പോൾ ആരെങ്കിലും 1-2 ആൾക്കാർ റിവ്യൂ ഒക്കെ കേട്ടിട്ട് പോകാമല്ലോ, നല്ലതാണെങ്കിൽ പോയാൽ മതിയല്ലോ. ദേവരക്കൊണ്ടതിൻ്റെ ദേവരക്കൊണ്ടതിൻ്റെ ഈ അടുത്തിറങ്ങിയ 2-3 മൂവീസും അത്രയും നല്ല മൂവീസ് ആയിരുന്നല്ലോ. അതുകൊണ്ടേ ലൈഗർ, ഈ ഫാമിലി മാൻ അങ്ങനത്തെ ഒക്കെ മൂവി കണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആയിക്കോട്ടെ ആരെങ്കിലുമൊക്കെ റിവ്യൂ കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അധികം ഈ ആനിമേനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഈ ആനിമ എന്നൊക്കെ പറയാൻ എനിക്ക് അത്ര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ മണിക്കൂറുകളോളം അതന്നെയായിരിക്കും സംസാരം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ആൻഡ് ഐ വിൽ സീ യു നെക്സ്റ്റ് വൺ. പീസ്.